നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CBI അന്വേഷണം. നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇനി അന്വേഷിക്കേണ്ടത് അത് CBI ആണ്. ഈ ആവശ്യം നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ മലയാളികളുടെ കൂടി ആവശ്യമാണ്. കാരണം സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എന്ത് സംഭവിച്ചു എന്നറിയേണ്ട ബാധ്യത അല്ലെങ്കിൽ അറിയേണ്ട ഉത്തരവാദിത്വം ആ കുടുംബത്തിനുള്ളത് പോലെ തന്നെയാണ് നമ്മൾ സാധാരണക്കാരായ മലയാളികൾക്കും. നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതാണ് ഈ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ, മുഖ്യമന്ത്രി, മന്ത്രിമാർ, അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ ഉന്നതിയിൽ ഇരിക്കുന്നവരെ എല്ലാവർക്കും മലയാളികളുടെയും സാധാരണക്കാരുടെയും കയ്യൊപ്പ് അവരുടെ ജീവിതത്തിൽ എപ്പോഴുമുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥൻ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സേവകനാണ് എങ്കിൽ ആ സേവകന് എന്ത് സംഭവിച്ചു എന്നറിയേണ്ട ഉത്തരവാദിത്വം ഈ നാട്ടിലെ ജനങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിന് സംഭവിച്ചത് എന്താണ് എന്നറിയാനുള്ള ബാധ്യത ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. CBI അന്വേഷണം വേണമെന്ന് കുടുംബം പറയുന്നത് പോലെ തന്നെ ഒറ്റക്കെട്ടായി ഈ നാട്ടിലെ സമൂഹം പറയുക, ഈ നാട് പറയുകയാണ്, ഈ നാട്ടിലെ ജനങ്ങൾ പറയുകയാണ്. എന്തുകൊണ്ട് അപ്പോൾ സർക്കാർ CBI അന്വേഷണം വേണ്ട എന്ന് പറയുന്നു? അതിന് ചില കാരണങ്ങളുണ്ട്. ഈ കേസ് അന്വേഷണം CBI ഏൽപ്പിക്കുക എന്നത് കുടുംബത്തിന്റെ മാത്രമല്ല, കേരളത്തിലെ പൊതുജനത്തിന്റെയും കൂടി ആവശ്യം തന്നെയാണ്. CBI വന്നാൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് നോക്കാം. CBI വന്നാൽ തെളിവ് നശിപ്പിച്ചതിന് കേരള പോലീസിന് എതിരെ FIR ഇടേണ്ടി വരും. സർക്കാർ ഉത്തരം പറയേണ്ടിയും വരും. CBI അന്വേഷണത്തെ പുല്ലും നഖവും ഉപയോഗിച്ച് സർക്കാർ എതിർക്കുന്നതിന് ആ കാരണം കൂടിയുണ്ട് എന്ന് അഡ്വക്കേറ്റ് MR അഭിലാഷ് പറയുകയാണ്. സത്യത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അത് അങ്ങനെ തന്നെ എന്ന് നോക്കിക്കാണേണ്ടി വരും. ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു കള്ളവും ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ എന്തിന് അന്വേഷണത്തെ ഭയക്കണം എന്ന ചോദ്യം ഈ നാട്ടിൽ കാലാകാലങ്ങളായി ചോദിച്ചു വരുന്ന ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിന് ന്യായമുണ്ട്, നീതിയുണ്ട്. കാരണം എന്തിനു നമ്മൾ ഭയക്കണം? തെറ്റ് ചെയ്തിട്ടില്ലാത്തവൻ ഒരു കാരണവശാലും ഭയക്കേണ്ടതില്ല. നെഞ്ചു വിരിച്ച് നിൽക്കാൻ സാധിക്കുന്നവന് ഒരു CBIയോ ഒരു കേസ് അന്വേഷണത്തെയോ ഭയക്കേണ്ടതില്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട്, അതിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറഞ്ഞുകൊണ്ട് നവീൻ ബാബുവിന്റെ കേസിൽ അവർ എന്തൊക്കെയാണ് ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കണം. കുടുംബത്തിനോടൊപ്പമാണ് ഞങ്ങൾ എന്ന ഗോവിന്ദൻ മാഷ് നവീൻ ബാബുവിന്റെ വീടിന് മുന്നിൽ നിന്ന് പറഞ്ഞ ആ പച്ചക്കള്ളം പിന്നീട് കേസ് ദ്രുതഗതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് മഞ്ജുഷ ഹൈക്കോടതിയിൽ പോയതുകൊണ്ട് മാത്രമാണ്. എന്തായാലും നവീൻ ബാബുവിന്റെ ശരീരത്തിന്റെ പിൻഭാഗത്തായി കണ്ട രക്തം കട്ടപിടിച്ചു കിടക്കുന്ന ആ ഒരു സാഹചര്യം തൂങ്ങി മരണത്തിൽ അങ്ങനെയല്ല സംഭവിക്കുക എന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാം. മറ്റേതെങ്കിലും തരത്തിൽ മരണം സംഭവിച്ച മൃതദേഹം തൂക്കിയിട്ടതിലേക്കാണ് അത് വിരൽ ചൂണ്ടത് എന്നും പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നിയമവശങ്ങളും ഒക്കെ തന്നെ നമുക്ക് ശ്രദ്ധിച്ച് അറിയേണ്ടതുണ്ട്. എന്തായാലും അഡ്വക്കേറ്റ് MR അഭിലാഷിന്റെ വാക്കുകൾ ഇപ്പോൾ വൈറലാവുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. പ്രത്യേക അന്വേഷണ സംഘമെന്ന് നാം പലപ്പോഴും പരാമർശിച്ചപ്പോഴും എനിക്കിപ്പോഴാണ് മനസ്സിലായത് അത് പ്രത്യേക അന്വേഷണ സംഘമാണ്. അതായത് ഒരു പ്രത്യേക തരത്തിൽ അന്വേഷണം കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് എന്ന ബോധ്യത്തിലാണ് ഈ കണ്ണൂർ ടൗൺ CIയെ തന്നെ മേധാവിയാക്കി ഇതൊന്ന് റീബ്രാൻഡ് ചെയ്തൊരു പുതിയ പേരോടുകൂടി പൊതുബോധത്തിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്നത്. അന്വേഷണം സംഘം രൂപീകരിച്ചതിന് ശേഷം ആദ്യത്തെ ചൂടുവെപ്പ് കോടതിയിൽ കേസ് വന്നതിന് ശേഷമാണ് അവർ നടത്തിയത്. പല്ലും നഖവും ഉപയോഗിച്ച് CBI അന്വേഷണത്തിനെ സർക്കാർ കോടതിയിൽ എതിർക്കുന്നതിന് ഒരു വശം കൂടിയുണ്ട്. നേരത്തെ ഞാൻ പറയേണ്ട എന്തിനാണ് സർക്കാരിനെ എങ്ങനെയാണ് ഇത് പ്രിജുഡിസ് ആയിട്ട് അവരെ എങ്ങനെയാണ് അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കുന്നതെന്ന് തീർച്ചയായിട്ടും ഇപ്പോൾ ചിന്തിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ബാധിക്കും. കേരള പോലീസ് തെളിവ് നശിപ്പിച്ചതിന് അവർക്കെതിരെ FIR ഇടേണ്ടി വരും. ഈ അന്വേഷണം ഓരോ തലത്തിലും അട്ടിമറിക്കത് തെളിവ് നശിപ്പിക്കുന്നതിലൂടെയും ഏതു തരത്തിലും ഒഫൻഡറെ ഷീൽഡ് ചെയ്യുന്നതിലും കൂടെയാണ്. അപ്പൊ ഇത് സർക്കാർ ഇതിനകത്ത് ഉത്തരം പറയേണ്ടി വരും, കേരള പോലീസ് ഉത്തരം പറയേണ്ടി വരും. ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ഓഫീസിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള ഗൂഢാലോചനകൾ പുറത്തു വരും എന്നതുകൊണ്ട് തന്നെ ഈ കുറ്റാരോപിതയെ സംരക്ഷിക്കുക എന്നതിലുപരി വൈകിയ വേളയിൽ തങ്ങളെ സ്വയം സംരക്ഷിക്കുക എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്രയധികം CBI അന്വേഷണത്തിനെ എതിർക്കുന്നത്. ഈ കള്ളങ്ങളെല്ലാം വെളിച്ചത്ത് വരും എന്നുള്ള ഭീതിയും ആ വിഭ്രാന്തിയുമാണ്. ഈ ഒരു അവസരത്തിൽ കോടതിയിലേക്ക് നമുക്ക് നോക്കാം എന്തായിരിക്കും തീരുമാനമെന്നുള്ളത്. ഒരു കുറ്റവും കാണാൻ കഴിയില്ല ശ്രീ വിനു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2024 ഒരു വിധി പ്രകാരവും അന്വേഷണത്തിൽ അപര്യാപ്തതയുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ അന്വേഷണ ശൈലിയിൽ പക്ഷാപാതിത്വമുണ്ട് എങ്കിൽ അത് നീതിയുടെ പരാജയത്തിലേക്ക് നയിക്കുമെന്നും, അങ്ങനെ ഒരു സാഹചര്യത്തിൽ CBI അന്വേഷണം അല്ലെങ്കിൽ മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്നുള്ള ആ ഒരു വാദത്തിന് ശക്തിയുണ്ട് എന്നും അല്ലെങ്കിൽ അതിനെ അനുവദിക്കേണ്ടതാണ് എന്നും സുപ്രീം കോടതി ഉത്തരവിൽ പറയുന്നു. അപ്പൊ ഇവിടെ അന്വേഷണത്തിലെ അപര്യാപ്തത മാത്രമല്ല, ഈ അന്വേഷണത്തിന്റെ ഓരോ വഴിയിലും ഓരോ
സ്റ്റെപ്പിലും എങ്ങനെയാണ് ഈ കുറ്റാരോപിതരെ സംരക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചായിരുന്നു ഇവരുടെ അന്വേഷണം പൊയ്ക്കൊണ്ടിരുന്നത്. കണ്ണൂർ ടൗൺ CIയെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മേധാവിയായി വെച്ചതിലൂടെ ഏത് തരത്തിലുള്ള മാറ്റമാണ് അന്വേഷണത്തിൽ ഇവർ പ്രതീക്ഷിച്ചത്? ഇപ്പൊ കോടതിയിൽ നിന്ന് വാദിക്കപ്പെടുകയുണ്ടായി SIT എല്ലാ പോസിബിളായിട്ടുള്ള ആംഗിളുകളും വശങ്ങളും അന്വേഷിച്ചിട്ട് തന്നെയാണ് മുൻപോട്ട് പോകുന്നത് എന്ന്. പക്ഷെ ഗൗരവമായിട്ടുള്ള അന്വേഷണം തുടങ്ങിയെങ്കിൽ അത് തുടങ്ങിയത് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷമല്ലേ? തികച്ചും ഒരു അനങ്ങാപ്പാറ നയം SIT രൂപീകരിച്ചതിന് ശേഷം എത്ര ദിവസങ്ങളോളം ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാതെ കാര്യമായിട്ടൊരു പുരോഗതിയും ഇല്ലാതെ ഇവർ നിന്നു. അപ്പൊ പോലീസ് അന്വേഷണം ഒരിടത്തും ചെല്ലുന്നില്ല എന്ന് മാത്രമല്ല, ഇന്ന് കോടതിയിൽ സൂചിപ്പിച്ചതുപോലെ ഇവർ പാർട്ടി പദവികളിൽ നിന്നും രാജിവെച്ചതുകൊണ്ട് അങ്ങനെ ഒരു ബയസ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നും ഒരു വാദമുഖം വരികയുണ്ടായി. പാർട്ടി പദവികളിൽ നിന്ന് അവർ രാജിവെച്ചു എങ്കിൽ തന്നെയും പിന്നീട് നാം കണ്ടത് ഉന്നതരായിട്ടുള്ള പാർട്ടി നേതാക്കന്മാർ അവരെ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ ചെല്ലുന്നതും, അത് മാത്രമല്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവരെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നതുമാണ്. അപ്പോൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് ഏറ്റവും തൽപരയായിട്ടുള്ള, അല്ലെങ്കിൽ ആരുടെ സംരക്ഷണമാണോ അവർ തീവ്രമായി ആഗ്രഹിക്കുന്നത്, അവർ കുറ്റാരോപിതയായിട്ടുള്ള കേസിൽ ഇതുപോലെ ലോക്കൽ പോലീസിനെ വെച്ച് അന്വേഷണം അലസിപ്പിക്കുകയാണ് എന്നുള്ളതിന് പ്രഥമ ദൃഷ്ടിയ ഈ ഒരു ബയസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മറ്റെന്ത് തെളിവാണ് വേണ്ടതായിട്ടുള്ളത്? പിന്നെ ഇപ്പോ ഏതൊരു കോടതിയിലും കേസിൽ വാദം നടക്കുമ്പോൾ ആർഗ്യുമെന്റ് നോട്ട് ഫയൽ ചെയ്യുക എന്നുള്ളത് ഗൗരവകരമായിട്ട് വാദം നടക്കുമ്പോൾ ക്രൂഷ്യലായിട്ടുള്ള വിഷയങ്ങൾ കോടതിയുടെ പരിഗണനയിൽ ഒരു തരത്തിലും വരാതിരിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇപ്പൊ ഇവിടെ ഫയൽ ചെയ്തിട്ടുള്ള ആർഗ്യുമെന്റ് നോട്ടിന്റെ കോപ്പി കാണുകയുണ്ടായി. വളരെ മെറ്റിക്കുലസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഉൾപ്പെടെയുള്ള ന്യൂനതകൾ ചൂണ്ടിക്കാട്ടി, അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഒരു ഹോമിസൈഡിലേക്കാണ്, ഒരു തരത്തിലും ഒരു സൂയിസൈഡിന്റെ തൂങ്ങിയുള്ള മരണത്തിന്റെ അവിടെ പ്രകടിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു സ്വഭാവവും ഇവിടെ വന്നിട്ടില്ല എന്ന് വ്യക്തമായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വാദമുഖങ്ങളാണ് ആർഗ്യുമെന്റ് നോട്ടിൽ നിരത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഇത് പരിശോധിക്കുമ്പോൾ, ഒരു തീരുമാനം എടുക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം പരിഗണിക്കേണ്ടതായിട്ട് വരും. ഇതിനകത്ത് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഈ തൂങ്ങി ഉള്ള മരണത്തിൽ സ്വാഭാവികമായിട്ടും പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകും. അതായത് ഈ കൈകളിലും കാലുകളിലും രക്തം കെട്ടി നിന്നിട്ട് അവിടെ അത്തരത്തിലൊരു സ്റ്റെയിനിങ് ഉണ്ടാകും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ട്രങ്കിന്റെ പുറകുഭാഗത്ത്, ശരീരത്തിന്റെ പുറകുഭാഗത്താണ്. അപ്പം മണിക്കൂറുകളോളം രാത്രിയോ അല്ലെങ്കിൽ ദിവസത്തിന്റെ ഇനീഷ്യൽ അവേഴ്സിലോ മാത്രം സംഭവിച്ചിരിക്കുന്ന മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ തൂങ്ങി മരണം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന തരത്തിലല്ല ഈ ഒരു പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് വന്നിട്ടുള്ളത്. അത് മറ്റേതെങ്കിലും തരത്തിലൊരു മരണം ഉണ്ടായതിനു ശേഷം തൂക്കിയിട്ടതിനേക്കുള്ള സാധ്യതയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. എന്ന് മാത്രമല്ല, ഈ നാക്ക് കടിച്ചിട്ടുള്ള മരണം എന്ന് പറയുന്നത് ഡെത്ത് ബൈ ഹാങ്ങിങ്ങിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല എന്നതുൾപ്പെടെ വളരെ ഗൗരവകരമായിട്ട് എങ്ങനെയാണോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് തന്നെ ഇതൊരു അസ്വാഭാവികമായിട്ടുള്ള ഹോമിസൈഡ്, ഒരു തരത്തിലും സൂയിസൈഡ് എന്നുള്ള കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കാത്ത തരത്തിലുള്ള ഇൻഫറൻസുകൾ ഇവിടെ കൊടുക്കപ്പെടുന്നു അല്ലെങ്കിൽ വെളിവാക്കപ്പെടുന്നു എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവർ ഫയൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ തന്നെ കോടതിക്ക് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിയമകോടതികൾ നീതിയാണ് ഉറപ്പാക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ CBIയെ പോലൊരു ഏജൻസി അന്വേഷിക്കുന്നത് കൊണ്ട് ഇരയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നീതിയുക്തമായിട്ട് ഈ അന്വേഷണം മുൻപോട്ട് പോകുമെന്നൊരു കോൺഫിഡൻസ് വരും. അപ്പൊ ഇതൊക്കെ തന്നെ കോടതിയുടെ മുൻപിൽ നിരത്തി വെച്ചിട്ടുള്ള വിഷയമാണ്.